ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ഏകദിനത്തിൽ നിരാശപ്പെടുത്തുന്ന ബാറ്റിംഗ് പ്രകടനവുമായി രോഹിത് ശർമ്മ. ഏറെ നാളുകളായി രോഹിത്തിന്റെ ഫോം വളരെ മോശമാണ്. ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ഇംഗ്ലണ്ടിനെതിരെ രോഹിത് ഫോം കണ്ടെത്തി തിരിച്ചുവരുമെന്നാണ് കരുതുന്നത്. എന്നാൽ 7 പന്ത് നേരിട്ട് വെറും 2 റൺസുമായാണ് രോഹിത് പുറത്തായത്. സാക്കിബ് മുഹമ്മദിന്റെ പന്തിൽ എഡ്ജായി ലിയാൻ ലിവിങ്സ്റ്റന് അനായാസ ക്യാച്ച് നൽകിയാണ് രോഹിത് ശർമ്മ പുറത്തായത്. ആദ്യ ഓവറുകളിൽ പതിയെ നിലയുറപ്പിക്കാൻ ശ്രമിച്ച രോഹിത്തിന് ഒടുവിൽ മുഹമ്മദിന് മുന്നിൽ വീഴേണ്ടി വന്നു. ടൈമിംഗ് പിഴച്ചതോടെ രോഹിത്തിന് തലതാഴ്ത്തി മടങ്ങേണ്ടി വന്നു. ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ രോഹിത്തിന്റെ പ്രകടനം ഇന്ത്യക്ക് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. നായകനായ രോഹിത് ശർമ്മയ്ക്ക് താളം കണ്ടെത്താൻ സാധിക്കാത്തത് ടീമിനെ ആകെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ഓപ്പണർ യശസ്വി ജയ്സ്വാൾ ആദ്യമേ പുറത്തായിട്ടും ഉത്തരവാദിത്വത്തോടെ കളിക്കാൻ നായകൻ രോഹിത് ശർമ്മയ്ക്കായില്ല. ഇന്ത്യയുടെ റൺ മെഷീനായിരുന്ന താരമാണ് രോഹിത് ശർമ്മ. തുടക്കം മുതൽ കടന്നാക്രമിക്കുന്ന രോഹിത്തിനെ ഹിറ്റ്മാൻ എന്ന് വിളിച്ചിരുന്ന ആരാധകർക്ക് ഇപ്പോൾ ഫ്ലോപ്പ്മാൻ എന്ന് വിളിക്കേണ്ട ഗതികേടായിരിക്കുകയാണ്. ഏകദിനത്തിൽ രോഹിത് ഫോം വീണ്ടെടുക്കുമെന്നാണ് കരുതിയതെങ്കിലും താരത്തിന് തിളങ്ങാൻ സാധിക്കാതെ പോവുകയായിരുന്നു. ഇന്ത്യൻ ടീം മാനേജ്മെന്റിനും BCCIക്കും ആരാധകർക്കുമെല്ലാം വലിയ ആശങ്കയുണ്ടാക്കുന്ന പ്രകടനമാണ് ഇപ്പോൾ രോഹിത് കാഴ്ചവെക്കുന്നത്. ഇതേ ഫോമിൽ രോഹിത്തിന് എത്രനാൾ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. ഇതേ ഫോമിലുള്ള രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങിയാൽ ഇന്ത്യക്ക് എത്രത്തോളം കിരീട സാധ്യത ഉണ്ടെന്നതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും നിലവിലെ രോഹിത്തിന്റെ ഫോം തീർത്തും നിരാശപ്പെടുത്തുന്നതാണ്.